ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലെറ്റ്. ലെറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാൻ ഒരുപാട് വഴികൾ ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് എന്ന വാക്കിൻ്റെ മീനിങ് പെർമിറ്റ്, അലൗ, അനുവദിക്കുക, അനുവാദം കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹി ലെറ്റ് മീ യൂസ് ഹിസ് കാർ. അവൻ അവൻ്റെ കാർ ഉപയോഗിക്കാൻ എന്നെ അനുവദിച്ചു എന്നാണ് അതിനർത്ഥം. ഹി ലെറ്റ് മീ മീൻസ് ഹി പെർമിറ്റഡ് മീ. ഹി അലൗഡ് മീ ടു യൂസ് ഹിസ് കാർ. ഹി അലൗഡ് മീ ടു യൂസ് ഹിസ് കാർ എന്ന് പറയുന്നതിന് പകരം ഹി ലെറ്റ് മീ യൂസ് ഹിസ് കാർ എന്ന് പറഞ്ഞാൽ മതി. അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വഴി. ഒരു കാര്യം ചെയ്യുന്നതിന് ഒരാൾ വേറൊരാൾക്ക് അനുവാദം കൊടുക്കുന്നു. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് ലെറ്റ് ഉപയോഗിക്കുന്നത്. The teacher let the students leave the class early. ടീച്ചർ കുട്ടികളെ അനുവദിച്ചു. Let the students leave the class early. ക്ലാസ്സിൽ നിന്ന് നേരത്തെ പോകാൻ ടീച്ചർ അനുവാദം കൊടുത്തു എന്നാണ് അതിനർത്ഥം. ടീച്ചർ let the students leave the class early. ആ സെൻറ്റൻസിൽ ലെറ്റ് എന്നതാണ് മെയിൻ ആയിട്ടുള്ള വേർബ്. പിന്നെ കമാൻഡ്സ്, അതിനും ലെറ്റ് ഉപയോഗിക്കാം. ലെറ്റ് ഹിം ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ അവനെ ചെയ്യാൻ അനുവദിക്കൂ. ലെറ്റ് ഹിം, അവനെ ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് അതിനർത്ഥം. ലെറ്റ് ദം ഫൈൻഡ് ഇറ്റ്. ലെറ്റ് ദം, ദം മീൻസ് അവരെ, അവരെ കണ്ടുപിടിക്കാൻ അനുവദിക്കൂ. ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ അതൊന്ന് കണ്ടുപിടിക്കാൻ അവരെ അനുവദിക്കൂ എന്ന് പറയില്ലേ. ലെറ്റ് ദം ഫൈൻഡ് ഇറ്റ്. ഫൈൻഡ്, കണ്ടുപിടിക്കുക. ഇവിടെയൊക്കെ നമ്മൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ലെറ്റ് എന്നാണ്. അവിടെയൊക്കെ സബ്ജക്റ്റ് യു എന്നാണ്. അത് ഒരു കമാൻഡിൻ്റെ രൂപത്തിലാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം, ഡോണ്ട് ലെറ്റ് ഹിം ഡു ഇറ്റ്. അവനെ അത് ചെയ്യാൻ അനുവദിക്കരുത് എന്നായി. ഡോണ്ട് എന്ന് ചേർക്കുക. ഡോണ്ട് ലെറ്റ് ഹിം ഡു ഇറ്റ്. അതുപോലെ ഡോണ്ട് ലെറ്റ് ദം ഫൈൻഡ് ഇറ്റ്. അവരെ അത് കണ്ടുപിടിക്കാൻ അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് ദം ഗോ. അവരെ പോകാൻ അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് ഹിം റൈറ്റ്. അവനെ എഴുതാൻ അനുവദിക്കരുത്. ഡോണ്ട് ലെറ്റ് ദ ഡോർ ക്ലോസ്. ഡോറ് ക്ലോസ് ചെയ്യാൻ അനുവദിക്കരുത്. ഇതൊക്കെ നെഗറ്റീവ് കമാൻഡ്സ് ആണ്. ഇനി ലെറ്റ് ഗോ. ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഒരു പെന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, ഇത് താഴത്തേക്ക് ഇടുക. ഓക്കെ, കയ്യിൽ നിന്ന് അങ്ങോട്ട് റിലീസ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. അതാണ് ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ. ഐ ലെറ്റ് ഗോ മൈ പെൻ. താഴത്തേക്ക് നമ്മൾ റിലീസ് ചെയ്യുക, താഴത്തേക്ക് ഇടുക. അതാണ് ലെറ്റ് ഗോ. ലെറ്റ് ഗോ എന്നതിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഡോണ്ട് ലെറ്റ് ഗോ. അപ്പോൾ ഡോണ്ട് ഡ്രോപ്പ് എന്നാണ് മീനിങ്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്നു, ആ കയ്യിൽ മുറുകെ തന്നെ പിടിച്ചോളൂ എന്നാണ് അതിനർത്ഥം. ഡോണ്ട് ലെറ്റ് ഗോ ദ പെൻ. അത് വിട്ടുകളയല്ലേ, കയ്യിൽ നിന്ന് താഴേക്ക് വീഴല്ലേ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകല്ലേ എന്നാണ് അതിനർത്ഥം. ഇനി ലെറ്റ് പ്ലസ് പ്രോനൗൺ. ലെറ്റ് മീ തിങ്ക്. എന്നെ ചിന്തിക്കാൻ അനുവദിക്കൂ. ലെറ്റ് മീ തിങ്ക്. ലെറ്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഒരു പ്രോനൗണാണ്. അത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് പറയുമ്പോൾ ലെറ്റ് മീ, ലെറ്റ് മീ എന്ന് പറയേണ്ട കാര്യമില്ല. ലെറ്റ് മീ തിങ്ക്. ലെറ്റ് ഹിം ഗോ. അവനെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് ഹിം, ലെറ്റ് ഹിം, ലെറ്റ് കഴിഞ്ഞിട്ട് ഹിം എന്ന പ്രോനൗൺ ഉപയോഗിച്ചു. ലെറ്റ് ഹിം ഗോ. ലെറ്റ് ഇറ്റ് ബി. ലെറ്റ് ഇറ്റ്, ഇറ്റ് എന്നത് പ്രോനൗണാണ്. ലെറ്റ് ഇറ്റ് ബി. ലെറ്റ് ഇറ്റ് ബി മീൻസ് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ്. ലെറ്റ് മീ നോ. ലെറ്റ് മീ നോ മീൻസ് മീ, മീ ആണ് അവിടെ പ്രോനൗൺ. ലെറ്റ് മീ നോ, ഞാൻ അറിയട്ടെ. ഞാൻ അറിയട്ടെ മീൻസ് എന്നെ അറിയിക്കണം എന്നാണത്. എന്നെ അറിയിക്കൂ. ലെറ്റ് മീ നോ. അടുത്തത് ലെറ്റേഴ്സ്. ലെറ്റ് എഴുതി ഒരു അപ്പോസ്ട്രോഫി ഒക്കെ ഇട്ട് എസ് എഴുതി കഴിഞ്ഞാൽ ലെറ്റ് അസ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഇത് ഉപയോഗിക്കുന്നത് സാധാരണ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നതിനാണ്. ഇൻവൈറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നു, അപ്പോൾ വേറൊരാളെ കൂടി അതിനോട് ആ കാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സീ എ മൂവി. നമുക്കൊരു മൂവി കാണാൻ പോകാം. അപ്പോൾ വേറൊരാളെ കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം നമ്മുടെ കൂടെ. അതിനാണ് ലെറ്റ്സ് വാച്ച് എ മൂവി എന്ന് പറഞ്ഞാൽ ഒരു മൂവി വാച്ച് ചെയ്താലോ എന്ന് വേറൊരാളോടാണ് ചോദിക്കുന്നത്. ലെറ്റ്സ് ഗോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോകാം. ലെറ്റ്സ് ബി ക്വയറ്റ്.
നമുക്ക് മിണ്ടാതിരിക്കാം, ക്വയറ്റായിട്ട്, നിശബ്ദമായിട്ടിരിക്കാം. ലെറ്റ്സ് ബി ക്വയറ്റ്. ലെറ്റ്സ് ഈറ്റ്, നമുക്ക് കഴിക്കാം. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. നമ്മൾ എവിടെയെന്നെങ്കിലും ചെന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകാൻ സമയത്ത് വേറൊരാളെ കൂടി, അതായത് നമ്മുടെ കൂടെ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാവും, അപ്പോൾ ലെറ്റ്സ് ഗോ എന്ന് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ ലെസൺ ലെറ്റ്, അതിൻ്റെ ചെറിയ ചെറിയ ഉപയോഗങ്ങൾ മനസ്സിലായില്ലേ?